to a fresh new episode of Comedy Masala. കോമഡി മസാലയുടെ ഈ വേദിയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമുക്ക് അതിഥികളായി എത്തുന്ന രണ്ട് താരങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നെൽസൺ ശൂരനാട് ആൻഡ് ഉല്ലാസ് പന്തളം. യെസ്, അങ്ങനെ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? വിശേഷമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, നമ്മുടെ പരിപാടികൾക്കൊക്കെ നല്ല അഭിപ്രായം ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. സന്തോഷം തന്നെ. ഈ ഉല്ലാസേട്ടൻ ഇവിടെ എന്തോ മാജിക് കാണിക്കുന്നുണ്ട് എന്ന് പിള്ളേർ പറയുന്നുണ്ടായിരുന്നു. എന്താ മാജിക്ക്? ഒരു ചെറിയ മാജിക് കാണിക്കാം. ആണോ? മാജിക് കാണിക്കാം. ഓക്കെ, ഈ ഫ്ലോറിൽ കാണിക്കാൻ പറ്റുന്ന മാജിക് ആണോ? അതെ, അപ്പൊ എനിക്ക് ഒരു രണ്ട് പ്രോപ്പർട്ടി വേണം. ആണോ? പറഞ്ഞിട്ടുണ്ടോ ആർട്ടുകാരുടെ അടുത്ത്? ഒരു നാണയവും ഒരു നാണയവും ഒരു കപ്പും. ഒരു നാണയം, ഒരു കപ്പ്, ഇത് രണ്ടും ഒന്ന് സ്റ്റേജിൽ എത്തിച്ചു കൊടുക്കണേ. ഈ കപ്പും വേണേ പരിശോധിക്കാം. നോർമൽ പേപ്പർ കപ്പ് പരിശോധിക്കാം. ഈ ഒരു നാണയം. നാണയം ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. എനിക്ക് പോക്കറ്റ് ഇല്ല. അത് നാണയം ഇതല്ലാതെ വേറെ എൻ്റെ ഒന്നും ഇല്ല. അല്ലെങ്കിൽ വേറൊന്നും കാണുകയാണ് നമുക്കറിയാതല്ല. എന്തൊരു കോമഡി. ഞാൻ ചിരിക്കട്ടെ. ഇനി നീയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഇതൊരു നാണയമാണ്, സംശയമില്ലല്ലോ. ഇല്ല, ഇത് ഞാൻ ഒരാഴ്ചയായിട്ടുള്ള വീട്ടിൽ ഇരുന്നുള്ള പ്രാക്ടീസ് ആണ്. ആദ്യമായിട്ട് ഞാൻ വേദിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. വളർന്നു വരുന്ന ഒരു മജീഷ്യൻ അല്ലേ, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂല ചേട്ടാ. ഈ നാണയം കണ്ടാ, എല്ലാവരും കണ്ടാ? ഇത് ഞാനിവിടെ വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ കപ്പ് കൊണ്ട് മൂടി. ഓക്കെ, ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ശരി. ഇനിയും ഞാൻ എൻ്റെ ശരീരം ഇതിനകത്ത് ടച്ച് ചെയ്യാതെ ആ നാണയം ഞാൻ എൻ്റെ കയ്യിൽ വരുത്തും. ഓക്കെ. വേറെ ഉല്ലാസേട്ടന്റെ കയ്യിൽ കോയിൻ എവിടെയും ഇല്ല, വേറെ ഒരിടത്തും ഇല്ല, കയ്യിലൊന്നും ഇല്ല, വാച്ചിലില്ല. ഈ കപ്പിൽ എൻ്റെ എൻ്റെ കയ്യോ ഒന്നും തൊടാതെ ആണ് ഞാൻ ആ നാണയം എടുക്കാൻ പോകുന്നത്. ഓക്കെ, കപ്പിൽ തൊടാതെ നാണയം എടുക്കാൻ പോവാണ്. ഓക്കെ ഓക്കെ, ശരി. റെഡിയാണോ? മൈക്ക് മാറ്റിക്കും. ഓക്കെ, തുടരുത്. നാണയം കയ്യിൽ വന്നോ? അയ്യേ അങ്ങനെ തുടക്കം തന്നെ ഗംഭീരമായി. നമ്മളെ നല്ല അസലായിട്ട് മണ്ടന്മാരാക്കിയിട്ട് ഉല്ലാസേട്ടൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അങ്ങോട്ട് കണ്ടോട്ടോ, ഇന്ന് എപ്പിസോഡൊന്നും തുടങ്ങട്ടെ, ഗെയിം വരുമല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു കോഴിക്കോടൻ സ്കിറ്റുമായി വീണ്ടും നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ടീം റോയൽ ചലഞ്ചേഴ്സ്. ദൈവമേ, ഈ ബിസിനസ് എങ്കിലും ഒന്ന് പച്ച പിടിച്ച് കാണണേ. ഒരുപാട് സംരംഭങ്ങൾ ഞാൻ ചെയ്തു നോക്കിയതാ, ഇതെങ്കിലും ഒന്ന് പച്ച പിടിക്കണേ പഠിച്ചോനെ. കൂറമുട്ടായി ഒരു വര വരച്ചാൽ മതി, ഒരൊറ്റ വര വരച്ചാൽ മതി. കൂറമുട്ടായി. വന്നോണ്ടിരിക്ക. പിന്നെ നമ്മളാ കുറ്റ്യാടി ഇറിഗേഷന്റെ ആ ഫയൽ ഒന്ന് എടുത്തു വെച്ചേക്കണം. ഞാനത് എടുത്തു വെച്ചു സാറേ. എടുത്തു വെച്ചോ? ഞാനിപ്പോ അങ്ങോട്ട് വരും, ഓഫീസിലേക്ക് എത്തും. സാറേ ഒരു കാര്യം സാറേ, ആ ഫയൽ ഉണ്ടല്ലോ, കൂറ തിന്നുപോയി സാറേ. എന്ത് പാറ്റ തിന്നുപോയി സാറേ. ഒരു വര വരച്ചാൽ ഗോപി എന്ത് വർത്താനാണ് പറയുന്നത്? പാറ്റ തിന്നു പോയിന്നോ? അതെ സാറേ, ഞാനല്ല സാറേ തിന്നത്, പാറ്റയാണ് തിന്നത്. എടോ, ഒന്ന് 10 മണിക്ക് കൊടുക്കേണ്ട ഫയലാണ് ഇത്. ഇത് 10 മണിക്ക് കൊടുക്കേണ്ടതാണ് സാറേ. തിന്നുപോയ ഫയൽ ഇവിടെ ഉണ്ട് സാറേ. എടോ, ഞാനിപ്പോ അങ്ങോട്ട് വരാം കേട്ടോ. ഞാൻ തന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വല്ല പാറ്റ മിഠായിയോ എന്തെങ്കിലും വാങ്ങിയിട്ടാവുന്ന വെച്ച് റെഡി ആക്കണമെന്ന് കേട്ടോ. ഓക്കെ സാറേ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ഹലോ, ഇതെന്താ സംഭവം? ഇത് കൂറന്നെ കൊല്ലുന്ന സാധനം ആണോ? ഒരൊറ്റ വര വരച്ചാൽ മതി. ആണല്ലേ? അപ്പൊ 2 വര വരച്ചാലോ? 2 വര വരച്ചാൽ 2 ചാറ്റമാകും. ആണോ? ഓക്കെ, ഞാന്
ഓഫീസില് ഇങ്ങനെ ഒരു സംഭവം ആവശ്യമുണ്ട്. ഉണ്ടോ? ആ. ഒരുപാട് ഓഫീസിൽ നിന്ന് ആളുകൾ വരുന്നതാണ്. ആണല്ലേ? ആ. അതെന്താ വെച്ചാൽ ഞങ്ങളെ ഓഫീസിൽ ഈ പാറ്റ വന്നിട്ട് ഫയലൊക്കെ തിന്ന. പാറ്റ് വന്നിട്ടോ? ആ അത് അപ്പൊ ശരി. ഇത് കൊണ്ടുവച്ചാല് നല്ലൊരു സംഭവമാണല്ലോ. ആണ്ടെ. എന്താ വില? ഇതിന് ഒരു പാക്കറ്റ് 5 രൂപ. 5 രൂപ അല്ലേ? ആ. 2 എടുത്തോളൂ. 2 2 എടുത്തു. കഴിഞ്ഞിട്ടാണ്. കഴിഞ്ഞിട്ടാണല്ലേ? ആ ഫസ്റ്റ് കച്ചവടം. നല്ല ഐശ്വര്യമായിരിക്കും. ഐശ്വര്യമായിട്ട്. എന്റെ കൈ നല്ല അപാര ഭയങ്കര കയ്യുണ്ട്. എത്ര അത് അപ്പൊ? 10 രൂപ. 10 രൂപ അല്ലേ? ഓക്കെ ഞാനേ അപ്പൊ ഇതാ അല്ല, ചേഞ്ച് ഇല്ല. ഏ? ചേഞ്ച് ഇല്ലേ? ആ, ഒരു 2 കൂടെ. ആ 2 കൂടി എടുക്കാം അല്ലേ? ആ. അല്ല എന്നാലും ആവൂലല്ലോ. ആണോ? കാർഡ് എടുക്കും എന്നാല്. കാർഡ് എടുക്കാനെന്താ സൂപ്പർ മാർക്കറ്റോ? അല്ല ഇതൊരു കാര്യം ചെയ്യ്. ആ. പേടിക്കണ്ട. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പമ്പ് ഉണ്ട്. അവിടെ ഞാൻ ചേഞ്ച് മേടിച്ചിട്ട് വരാം. ഇവിടെ തൊട്ടടുത്തോ? തൊട്ടടുത്ത് ആ വളവങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പമ്പാ. ആണോ? ആ അല്ല ഇപ്പൊ നിങ്ങള് മാറിയിട്ട് വരുമോ? ആ, ഞാൻ മാറിയിട്ട് വരാം. അതുവരെ ഒന്ന് നിന്റെ കച്ചവടം ഒന്ന് നോക്കണം. ആ ഇത് ഇവിടെ നിന്നോളല്ലോ അല്ലേ? അതവിടെ നിന്ന് ഒന്നും ചെയ്യണ്ട. നിങ്ങൾ എന്ത് ചെയ്താ പറയാ? ആ. ഈ സമയത്ത് കിട്ടുന്ന ആളുകൾ കച്ചവടം കിട്ടുന്ന സമയല്ലേ? ആ വെറുതെ ഒന്ന് ഇങ്ങനെ വിളിച്ചാൽ മതി. എന്ത് പാറ്റമുട്ടായി. ഞാനോ? വെറുതെ അത് ഒരു ശരിയല്ല. മുട്ടായി. അല്ല ഞാൻ എന്താ അറിയോ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനാണ്. അയ്യോ, അതിനെക്കാട്ടും വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതൊക്കെ വിളിക്കുന്നതാണ്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അല്ല എന്നാലും അത് ഞാൻ അത് ശരിയാവില്ല. കുഴപ്പമില്ല സാറേ. ഏ? സാർ ഒന്ന് വിളിച്ചു നോക്കിയാട്ടെ. എന്ത്? പാറ്റമുട്ടായി, പാറ്റ മിഠായി അല്ലേ? കൂറമുട്ടായി. പാറ്റ മിഠായി. ഇതെന്താ മോഹൻലാൽ? പാറ്റമുട്ടായി, പാറ്റ മിഠായി ആ കൂറമുട്ടായി, അല്ലേ? പാറ്റ ഗുളിക, അങ്ങനെ പല ഇനത്തിലും പറയൂ ഇതിന്റെ പേര്. ആ ആ ഒന്ന് വിളിച്ചു നോക്കിയാട്ടെ. അല്ല നിങ്ങൾ വേഗം പോയി വന്നാ മതി. ഞാൻ പെട്ടെന്ന് വരൂ. ഞാൻ അത് നോക്കിക്കോളാം. അല്ല അതുകൊണ്ടല്ലാന്നേ, ഈ സമയത്ത് വിറ്റൊന്ന് കാലിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം പോറ്റാനുള്ള കാര്യം കൊണ്ടാ പറയണേ. ആരാ? ഒന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. പാറ്റ മിഠായി അല്ലേ? പാറ്റമുട്ടായി, കൂറമുട്ടായി, പാറ്റ മിഠായി. ഒന്നും കൂടി നല്ല ശ്രുതിയില്. പച്ചമിഠായി. നല്ല പരിചയം ഉണ്ടല്ലോ അല്ലേ വിളിച്ചിട്ട്? പഠിച്ചോ? ആ? എന്താ ഇത്രയും കാലത്ത് ഞാൻ പഠിച്ചില്ല ഇത്രയും നന്നായിട്ട്. ആണ്? ആ. പച്ചമിഠായി. ഏയ് സാസ്. കൂറമിഠായി. ഏയ് സാസ്. കറക്റ്റ് അല്ലേ? ഒന്ന് നോക്കിയാ മതി, ഞാൻ വരാം. ഞാൻ നോക്കിക്കോളാം. ഓക്കേ, 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 ഓക്കേ. ഭയങ്കര രസമായി. ഇത് ആദ്യം പറയണ്ടെന്നാല്. പച്ചമിഠായി. പിന്നെ ആപ്പാടെ 150 ഉറുപ്പ്യന്റെ സാധനമുള്ള. ആ അതിനാണ് 2000 ഉറുപ്പ്യന്റെ ചേഞ്ച് മേടിക്കാൻ തന്നത്. 150 രൂപയുടെ സാധനം ഉള്ളത്. അതുള്ളൂ. ആ ഈ 2000 രൂപ എനിക്ക് ചേഞ്ച് ചെയ്താൽ വന്നാ ആ ഞാൻ ഇപ്പൊ മടങ്ങി വരും. കാത്തുന്നോട്ടെ. പച്ചമിഠായി. കൂറമിഠായി. ഹലോ 5 രൂപയുള്ളൂ. പച്ചമിഠായി. ഇല്ല ഇല്ല നല്ല സൂപ്പർ, ഒരു മിനിറ്റ് ഞാൻ നല്ല സൂപ്പർ സാധനം. പച്ചമിഠായി 5 രൂപ. കൂറമിഠായി 5 രൂപയുള്ളൂ. സൂപ്പർ സംഭവം അത്. പാവല്ലേ ഒരു ചെറുപ്പക്കാരൻ, അയാളെ കുടുംബമല്ലേ മക്കളൊക്കെ ജീവിക്കണമെങ്കിൽ ഇത് വിറ്റിട്ട് വേണ്ടേ? അതെ അതെ. നമ്മള് ഈ ബിസിനസ്സുകാര് ഉദ്യോഗസ്ഥർക്കൊന്നും വരെ ബുദ്ധിമുട്ടറിയും. ഞാൻ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ലൈഫ് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ എന്തൊരു സാർ വിളിച്ചോ സാറേ? ഏ? സാർ വിളിച്ചോ? സാർ വിളിച്ചോ? അല്ലേ? പച്ചമിഠായി. ആ കൂറമിഠായി. എടുക്കട്ടെ. ഗുഡ് മോർണിംഗ്. സാറെന്താ ഇവിടെ? ഞാനെന്താ ഇവിടെ നിന്നല്ല, ഇതെന്താ പരിപാടി? അല്ല ഇതിന്റെ എനിക്ക് എവിടെയാ ജോലി? ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അതെ. ആരുടെ കീഴിൽ? സാറെ കീഴില്. എന്റെ കീഴിൽ. ആ. എത്ര രൂപ മാസം ശമ്പളം കിട്ടുന്നുണ്ട്? 75,000 കിട്ടും. 75,000. എല്ലാ PF കാര്യങ്ങളെല്ലാം കൂടെ 75,000 കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. സാർ. എന്നിട്ട് ഗവൺമെന്റിനെ പറ്റിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ സൈഡ് ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നറിയില്ലേ? അയ്യോ ഇതിന്റെ സൈഡ് ബിസിനസ് ഒന്നല്ല. എന്തിനാണോ ഇത്തരത്തിലുള്ള ഒരു നാറിയ പണിക്ക് പോണോ? വല്ല കാര്യമുണ്ടോ? അല്ല നീ എന്താ സാർ. വിചാരിച്ച ഗവൺമെന്റിനെ പറ്റിച്ച് ജീവിക്കാന്ന് വിചാരിച്ചോ? സാർ. എന്റെ കീഴിലുള്ള ഒരൊറ്റ ആളുകൾ പോലും ഗവൺമെന്റിനെ പറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല ഞാൻ ഉണ്ടായതൊന്ന് പറയട്ടെ സാർ. എന്താ എനിക്ക് മനസ്സിലായി. നിങ്ങൾ രാവിലെ ഓഫീസിലേക്ക് വരുന്നു. വരുന്ന സമയത്ത് നിങ്ങൾ ഓഫീസിലേക്ക് വേണ്ടി ഇതെന്തോന്ന് വാങ്ങുന്നു. വാങ്ങിയപ്പോ ചില്ലറയില്ല. അയാൾ ചില്ലറ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. ഇത് നിങ്ങളെ ഏൽപ്പിച്ചു. ഇതല്ലേ പറയാൻ പോകുന്നത്? ഇങ്ങനത്തെ തക്കിട തരികിട കേസിന് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയാൻ പോണ കാരണങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് നന്നായിട്ട് അറിയാതുകൊണ്ട് അങ്ങനത്തെ വർത്താനം എന്നോട് പറയണ്ട. അല്ലെ നമ്മുടെ ഓഫീസിലെ രാജഗോപാൽ ഇപ്പൊ എവിടെയാ? ബിസിനസ് ആണ്. എന്തുകൊണ്ട്? അയാൾ എന്നോട് പറഞ്ഞു മെഡിക്കൽ ലീവ് ആണെന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ലീവ് എടുത്തു പോയി. എന്നിട്ട് ആ വിവരമില്ലാത്തവൻ ചെയ്തെന്താ? കൊടൈക്കനാലിൽ ഭാര്യനെയും കെട്ടിപ്പിടിച്ചിട്ടുള്ള സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തു. ഇപ്പൊ രാജഗോപാൽ സ്വസ്ഥാണേ, ജോലി പോയല്ലോ. ഞാൻ ടൂറൊന്നും നിന്റെ ജോലി ഞാൻ കളയും, ഒരു സംശയമില്ല. എന്നോട് യാതൊരു തരത്തിലുള്ളതും വേണ്ട. ഇതൊന്നും ഞാൻ വെച്ച് ഉറപ്പിക്കില്ല. ഗവൺമെന്റിന്റെ പറ്റിച്ച് എത്ര കാലം വെച്ചിട്ട് ജീവിക്കാന്ന് വിചാരിച്ചിട്ടാണ്? ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യും. നാളെ തന്നെ നിന്റെ ജോലി ഞാൻ കളയും. ആ റിപ്പോർട്ട് ചെയ്തോന്നാല്. എന്തേ? അല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളി. അതൊരു പേടിയില്ല.
സാറേ ഞാനൊരു കാര്യം പറയട്ടെ ആ. ഞാനിത് ചെയ്ത് ഇവിടെ ഇത് വിറ്റ് എന്നുള്ളതിന് സാറായാലും എന്താ തെളിവുള്ളത് ആ. സാറേ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കണല്ലോ ഞാൻ കുറെ നേരമായി ഇവിടെ വന്നിട്ട് ആ? നിന്റെ എല്ലാ വിക്രസുകളും ഞാനാണുള്ളത്. എങ്ങനെയുണ്ട് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്റ്റില്ലും ഉണ്ട് വീഡിയോ ഉണ്ട് സാറേ, മനസ്സിലായോ? ഞാൻ- ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇടും വൈറലാക്കും നിനക്കെതിരെ ഞാൻ ആക്ഷൻ എടുപ്പിക്കും. സാറെ വൈറലാക്കരുത് ആ? 5-6 വയറിന്റെ ജോലി കൊണ്ടാണ് കഴിഞ്ഞു പോണത് അയ്യോ അതൊന്നും ഓർമ്മയില്ല. എടാ ഗവൺമെന്റിനെ പറ്റിച്ചിട്ട് നല്ല രസം ഉണ്ടായിരുന്നല്ലോ. ഒന്ന് വിളിച്ചേ ഒന്ന് വിളിച്ചേ അല്ല, എന്താ വിളിച്ചോണ്ടിരുന്നത് വിളിച്ചേ കൂറമിഠായി ഒന്നുകൂടെ. പാച്ചമിഠായി ആഹാ, ഒന്നുകൂടെ വിളി. ആ, സാറേ, ഇനി അത് വിളിച്ചോണ്ടിരുന്നാ മതി കേട്ടോ. സാറേ, ഇത് ജോലി എന്ന് പറഞ്ഞ് അങ്ങോട്ട് വാ. ഓഫീസിലേക്ക് ഇനി വരേണ്ട കാര്യം സാറ് മിഠായി സാറ് വിട്ടാ വിളിക്കേ വിളിക്കടാ നീ വിളിക്കേ ബാക്കി എനിക്കറിയാം. ആ. എന്തൊരു കഷ്ടാണ് ചെങ്ങായി ഇത് എവിടെ പോയി അല്ല ഓനെ പറഞ്ഞ കാര്യമില്ല ചിലപ്പോ ചില്ലറ കിട്ടിണ്ടാവില്ല കൂറമിഠായി പാച്ചമിഠായി ഒരു പാവ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതല്ലേ ഇത് കണ്ട ഇത് കൊടുത്താൽ അത് നല്ലതാ പാറ്റയൊക്കെ ചാവും പാറ്റൊക്കെ ചാവൂല്ലേ ആ ഒരൊറ്റ വര വരച്ചാ മതി ഒറ്റ വര വരച്ചാ മതി ആ ആ പിന്നെ 2 വര വരച്ചാലും ചാവും അല്ല നീ എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ പിന്നെ ആ ആ വഴിയില്ലല്ലോ എവിടെയോ നല്ല പരിചയം ഉണ്ടല്ലോ ഉണ്ടോ ആ ഞാൻ എവിടെയാന്നങ്ങോട്ട് ഞാൻ പേരാമ്പ്ര ബസ്സിന് വന്നുണ്ടോ ഇല്ലല്ലോ ഉറമുട്ടായി വെക്കാൻ ഏട്ടാ എന്റെ പണി ഇതൊന്നല്ല കണ്ണമ്പത്ത് കുഞ്ഞി അമ്പലത്തിൽ വന്നുണ്ടോ ഈ മുട്ടായി വെക്കാൻ ഇല്ല ഇല്ല അല്ലേ ആ. കുറ്റ്യാടി ബസ്സിന് വന്നുണ്ടോ ഇല്ല കുറ്റ്യാടി ഒരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട് ആ കുറ്റ്യാടി പെണ്ണ് കാണാൻ ആ എവിടെ കണ്ണോത്ത് നമ്മളെ രാജൻ നായർ വീട്ടില് ആ രാജനേരം വിട്ടു രാജൻ നായർ മോളെ പേരെന്താണെന്നറിയോ അമ്പിളി അമ്പിളിന്റെ മാമനാണ് ഞാൻ അമ്പിളി മാമേ ആ, താമരക്കുമ്പിനിലെന്തുണ്ട്? കുമ്മിട്ടിരിപ്പാണോ? മാമന്റെ മാമ. എടാ, അയ്യോ എടാ ഇനി ഇങ്ങനെ ഫുള്ള് തട്ടിപ്പായിരുന്നു നടക്കല്ലേ തട്ടിപ്പോ ഇനി എന്തും പറഞ്ഞ അവിടെ പെണ്ണ് കാണാൻ വന്നേ ആരാന്ന് പറഞ്ഞാ വന്നേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കും കൂറ മുട്ടായി വിൽക്കലല്ല പണി എന്താണ്ട് മനസ്സിലാക്കി അല്ല ഞാൻ മാമ അന്ന് വെറുതെ വിടൂല ഞാൻ പറയണ എന്താന്ന് മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കാൻ അതായത് ഇത് എന്റെ പണിയല്ല ഞാൻ എന്താന്ന് വെച്ചാല് ആ. ഇവിടെ ഒരാളെ സഹായിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്നതാണ് ആണോ അല്ലാതെ എനിക്ക് ഞാൻ 10-150 പെണ്ണ് കണ്ടിട്ടാണ് അമ്പിളിനെ ശരിയായത് നിങ്ങൾ ഈ കല്യാണം മുടക്കരുത് ദയവ് കൊടുക്കൂല, ചെയ്തിട്ട് എന്റെ മരുകളാണ് അവള് എല്ലാം. അന്നെ വെറുതെ വിടൂല അനക്ക് എത്ര ശമ്പളം ഉണ്ട് എന്നാ പറഞ്ഞേ 75,000 75,000 ആ. ഇനി ജന്മം മൊത്തം അത് വിറ്റാ കിട്ടിയ ഒരാൾക്ക് 75,000 അന്നെ വെറുതെ വിടൂലട്ടോ നിങ്ങൾ എല്ലാരും കണ്ടില്ലേ ഫുള്ള് തട്ടിപ്പാട് കൂറ മുട്ടായി വിറ്റ് നടക്കാണ് ഇരിഗേഷനാന്ന് പറഞ്ഞ ഇറുക്കി ശരിയാക്കണം ഏ? ഞാൻ എന്താണ് പറയട്ടെ മനസ്സിലാക്കി? ഞാൻ പറയട്ടെ ആ. എന്താ അറിയോ ഈ കല്യാണം കൂടെ മുടങ്ങിയാ പിന്നെ എനിക്ക് ജന്മത്ത് കല്യാണം ഉണ്ടാവില്ല എന്നാണ് പണിക്കര് പറഞ്ഞത് അനക്കിനി ജന്മത്ത് പറഞ്ഞിട്ടില്ല ഫുള്ള് ജയിലേക്ക് പോവുകയാണല്ലോ ഇനി അന്നെ വെറുതെ വിടൂല മാമ ഞാൻ നിങ്ങൾ പറയണത് അറിയോ എന്റെ മരുവോള് MBBS കഴിഞ്ഞ് വന്നതാ ഇവൻ അങ്ങാ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളെ കൂറ മുട്ടായി വിറ്റ് ജീവിക്കേണ്ടി വരൂല ഇവന്റെ കൂടെ അന്നെ ഞാൻ വെറുതെ വിടൂല മാമ കേട്ടോ. എന്താ അറിയോ ആ, ഒരുത്തൻ എന്നെ പറ്റിച്ച് പോയതാണ് ഒപ്പം വരും അന്നെ ഒന്നാ. വെറുതെ വിടാ. ഇതാ, ഇതാ, ഇതാ. ആര്? ഇതാ ഞാൻ പറഞ്ഞില്ലേ ആര് എവിടെ പോയി കിടക്കാനിവിടെ ചങ്ങായെ ആരില്ലേ ഞാൻ എവിടെ പോയി കിടക്കാന്നോ എന്താ ധാരാളത് എന്താണ് പ്രശ്നം അല്ലടാ കൂറമുട്ടായി ഇവിടെ നിന്നെ ഏൽപ്പിച്ച് പോയതല്ലേ ഈ എന്ത് കുറവുണ്ടായി ആര് എന്ത് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിലെ പോകുമ്പോ വരണ്ട ഈ ചങ്ങായാണ് എന്താ പ്രശ്നം എന്താ എടാ 2000 റുപ്യന്റെ ഇത് വാങ്ങിട്ട് ഇപ്പൊ ചില്ലറ മാറാൻ നേരം പോയില്ലേ ആര് 2000 ഇവൻ ഫുള്ള് തട്ടിപ്പാണ് ഇവനെ വെറുതെ വിടരുത് പോലീസൊക്കെ. 2000ന്റെ ഒറ്റോട്ടം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതറിയോ എടാ, നിയമ പ്രകൃതി വിരുദ്ധത്തിന് എന്റെ പേരിൽ കേസ് പ്രകൃതി കൊടുക്കണം. വിരുദ്ധം നിങ്ങൾ ഇല്ലാത്ത കേസ് നിന്റെ തലയിലാക്കല്ലേ എല്ലാ കേസും എന്റെ തലയിലാക്കണം അന്നെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവൂല എടാ ഏ, സത്യം പറടാ ഇന്റെ കയ്യിൽ നിന്ന് 2000 റുപ്യ വാങ്ങി ചാടി ചാടി പോയതല്ലടാ ഈ ഇവിടുന്ന് ഞാൻ ഇവിടെ ചാടി ചാടി പോ ഈ കാലിന് കൂടി സുഖമില്ലാത്ത ആളാ ഞാൻ അങ്ങനെ നൊണ്ടി നൊണ്ടി നടക്കുന്ന ആളാ. പാവം, പാവം, കാലിന് സുഖമില്ലാത്ത ആളെ ചാടി ചാടി പോയിന്ന് പറഞ്ഞ അന്നെ അന്നെ വെറുതെ വിടൂല കേട്ടോ അയ്യോ 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 അല്ല ഇവിടെ എവിടെ പോലീസ് സ്റ്റേഷനില് നടക്കാവ് ആണോ ചില്ലറില്ല വാ നമ്മൾ നടക്കാം വാ. പണ്ടാറടങ്ങ് ഇതാണ് ഇന്നത്തെ കാലത്ത് ആർക്കും ഒരു നല്ല കാര്യം ചെയ്യരുതെന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്കാരാണ് പോലെ ഏട്ടാ എന്താ ചെയ്യാ ഇതെന്താ വില ഈ പാറ്റുമുട്ടയ്ക്ക് അതിന് വിലയൊന്നും നോക്കണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കോളി ഏ വിലയൊന്നും നോക്കണ്ട കൊണ്ടുപോയിക്കോളി അല്ല പറയേ നിങ്ങളെ ഓസിന്ന് നമുക്ക് വേണ്ട ബോസേ ഇതിന് എത്രയാന്ന് പറയും നിങ്ങൾ അതിന് 5 റുപ്യ 5 രൂപ ഉള്ളൂ ആ വേണോ നിങ്ങക്ക് ആ എനിക്ക് വേണതാ ആ ചില്ലറൊന്നും ഉണ്ടാവില്ല 2000 റുപ്യ ഒന്നും ചില്ലറ ചില്ലറ എന്നാ ഒരു കാര്യം ചെയ്യ്. പിന്നെ വാങ്ങാന്നാല് അല്ല ചില്ലറല്ലേ ആ ശരിയായി തരാം അപ്പോഴേക്കും പിണങ്ങി പോയിക്കാളാ വേണമെങ്കിൽ ആ, 2000 2000 ചേഞ്ച് ഉണ്ടാവും 2000 ഞാൻ ആ
ഇപ്പൊ മാറിയിട്ട് വരാം. അതുവരെ ഇതൊന്നും ഇവിടെ നോക്കണം. ഇത് ഇവിടെ പിടിച്ചു നിൽക്കാൻ ഞാൻ ഇപ്പൊ ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, എന്നോട് വരുമോ? അവിടെ പോയിട്ട് മാറിയിട്ട് വരാം. പെട്ടെന്ന് വരുമോ? പെട്ടെന്ന് വരും. 2000 രൂപയാണേ. മാറിയിട്ട് വരാം. നേരത്തെ മറ്റം പറ്റിട്ട് പോയില്ലേ, ചില്ലറ പോരാട്ടോ, ചില്ലറ മാറിയിട്ട് വരാം. അതെ ഏട്ടാ, ഇവിടെ വരി. ഏ? ഇവിടെ വരി. എന്തേ? നിനക്ക് ഭയങ്കര ഭാഗ്യാട്ടോ. എന്താണ്? ഇതിനെത്ര പറഞ്ഞേ? 5 റുപ്യ. 5 രൂപ അല്ലേ? ആ. ആ 2000 കൂടി തരി. ഏ? ആ 2000 കൂടി തരി. ഇതാ. എന്തൊരു ഭാഗ്യ ഇതാ 5 രൂപന്റെ കോയൻ. പോരെ എവിടെ യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും നല്ലൊരു രസികൻ സ്കിറ്റ് കണ്ടു. എന്താണ് ഒരു കോമ്പാക്ട് സ്കിറ്റ് ആയിരുന്നു, ഒരുപാട് ലെങ്തിലായിരുന്നു, ചെറിയ സ്കിറ്റ് ആയിരുന്നു. ആൻഡ് അതിനകത്ത് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഫണ്ണായിരുന്നു, ഞങ്ങൾ ചിരിച്ചു, എൻജോയ് ചെയ്തു. എന്തു പറയണു നെൽസേട്ടാ? അടിപൊളി സ്കിറ്റായിരുന്നു. ദേവരാജ് സൂപ്പറായിരുന്നു കേട്ടോ. അത് ചെറിയ സംഭവമുള്ള ചെറിയൊരു അതെ, സംഭവം, ചെറിയ ഒരു subject ഗുളികയുടെ പാറ്റഗുളിയുടെ നന്നായിട്ട് കാര്യം വെച്ച് ഇത്രയും ഭംഗിയായിട്ട് വിപുലീകരിച്ച് അടിപൊളിയായിട്ട് അത് ചെയ്തു. നല്ല സ്കിറ്റായിരുന്നു, സൂപ്പറായിരുന്നു. ഇല്ല ചേട്ടാ? സൂപ്പർ, ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. മൊത്തത്തിൽ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ദേവരാജ സാറ് പറയേണ്ട കാര്യമില്ല. ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ ഇവരുടെ സൈഡിലൊരു പരിപാടിക്ക് പോയി, കോഴിക്കോട് സൈഡിൽ. അപ്പം ദേവരാജൻ സാറിനെ കുറിച്ച് അഭിജിത്ത് എന്ന് പറയുന്ന കൊല്ലം എൻ്റെ ആർട്ടിസ്റ്റ് ഉണ്ട്. പുള്ളിക്കാരൻ നല്ല ശബ്ദമാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള ദേവരാജൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഉണ്ട്, അനൗൺസറാണെന്നൊക്കെ അന്ന് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുള്ളൂ. അപ്പോൾ അഭിജിത്തുമായിട്ട് നല്ല പരിചയമുണ്ട്, കൊല്ലം അഭിജിത്തുമായിട്ട് പരിചയമുണ്ട്. അപ്പം അഭിജിത്തിനെ കാണാനായിട്ട് അന്ന് അവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സ്റ്റേജിൻ്റെ ബാക്കിൽ നിന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ടപ്പുറത്ത് സിംഹം ഗർജിക്കുന്നത് മുരളുന്ന പോലെ ഒരു ശബ്ദം നോക്കിയപ്പോൾ വലിയൊരു മനുഷ്യനിങ്ങനെ നിൽക്കുന്നു. ഞാനിന്ന് ഓടിച്ചെന്ന് ചോദിച്ചു, ദേവരാജൻ എന്നാണോ പേര്? അത് അതേന്ന്. അത്രയും വലിയ ശബ്ദത്തിന്റെ ഉടമയാണ് ആളുടെ ഐഡന്റിറ്റി. അബി നമ്മൾ ഒരുമിച്ച് റേഡിയോയിലുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ അത്? അതെ, റേഡിയോയിലുണ്ടായിരുന്നു. റേഡിയോയിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. പ്രദീപ് അടിപൊളിയായിരുന്നു കേട്ടോ. ആ നിസ്സഹായാവസ്ഥയൊക്കെ വെച്ച് കാലക്കി കേട്ടോ, എന്തോ ചെയ്യണം, എങ്ങനെ ചെയ്യണം, പെട്ടുപോയ ഉഗ്രനായിട്ടാണ് ചെയ്തത്. എന്നിട്ട് ആദ്യം ആ വിളിക്കുന്നതേ പുറമുട്ടായി. അതെ, നല്ല രസമായിട്ടാണ് ചെയ്തത്. ആ ട്രാൻസിഷൻ നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ മോഡുലേഷൻ വന്നത് ശരിക്കും ആ കച്ചവട ഇഞ്ചിമിഠായി കച്ചവടക്കാരെ ഓർമ്മ വരും അന്നേരം. അപ്പൊ ഇഞ്ചി മിഠായി മിഠായി വെക്കുന്ന ആൾ പറഞ്ഞിട്ടില്ല, ഞാൻ പോലും ഇത്രയും വൃത്തിയായിട്ട് ഞാൻ വിളിച്ചിട്ട്. എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ. അതിന് മൊത്തത്തിൽ നല്ല രസമുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. ഓഡിയൻസ് എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല സ്കിറ്റായിരുന്നു, അടിപൊളി, നല്ല കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ സ്കിറ്റായിരുന്നു. അപ്പൊ ഇത്രയും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ഈ ടീമിന് എത്ര സ്റ്റാർസ് കൊടുക്കാമെന്ന് നമുക്ക് ഓഡിയൻസിനോട് ചോദിക്കാം. എത്ര സ്റ്റാർസ്? 4 സ്റ്റാർസ് ആണ് ഇന്നത്തെ ഇവരുടെ പെർഫോമൻസിന് ഓഡിയൻസ് കൊടുത്തിരിക്കുന്നത്. 4 സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ, ഒപ്പം പരക്കാട് ജ്വൽസ് തരുന്ന 1 ഗ്രാം ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന. ഇവർക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പരക്കാട് ജ്വല്ലേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ നാരായൺ പരക്കാട് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? സ്ക്രിപ്റ്റ് പൊതുവെ കൊള്ളാമായിരുന്നു. പിന്നെ നർമ്മം നിറഞ്ഞാണല്ലോ പ്രോഗ്രാം പൊതുവെ. അതെ. അപ്പൊ ഇന്നലത്തെ പ്രോഗ്രാം ഓരോ പ്രോഗ്രാം അങ്ങനെ കാണുന്നവരും കുറച്ച് മെച്ചമായിട്ട് തോന്നുന്നുണ്ട്. സ്വർണത്തിന്റെ വില ഇങ്ങനെ ദിവസം തോറും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും സാധാരണക്കാർക്ക് ഒരു കല്യാണം നടത്താൻ സമയം എത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഈ സ്വർണത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു മാറിയുള്ളൊരു ചിന്തയാണ് ഈ കല്യാണത്തിന്റെ ദിവസത്തെ അന്നത്തെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ സ്വർണ്ണത്തിന്റെ പിന്നാലെ സത്യം പറഞ്ഞാൽ ഓടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ 1 ഗ്രാം ഗോൾഡ് എന്തുകൊണ്ട് ഉപയോഗിച്ചു വിടാന്നുള്ളൊരു ചിന്ത ഒരുപാട് പേരിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു വിപ്ലവകരമായ ഒരു ചിന്ത തന്നെയായിരുന്നു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങളുടെ ശരിക്കുള്ള കൺസെപ്റ്റ് അത് തന്നെയാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ പ്രത്യേകിച്ചും മലയാളികൾ, തമിഴ്നാട്ടിലുള്ള ആൾക്കാർ പ്രത്യേകിച്ചും ഈ സ്വർണം മറ്റുള്ളവരൊക്കെ ശരിക്കും തങ്കമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ആഭരണങ്ങളാണ് കൊടുക്കുന്നത്, അണിയിച്ച് നല്ല രീതിയിലൊക്കെ വിടണമെന്നല്ല. അപ്പോൾ അതിന് ഏറ്റവും നമ്മൾ സ്വർണത്തിൻ്റെ അതേ രൂപത്തിലും
അതേ ഇതിലും അതിന് ഒരു രീതിയിലും മങ്ങലേൽപ്പിക്കാത്ത രീതിയിലും ആണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവെ ഈ ഒരു ദിവസത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അത് ലോക്കറിൽ വെച്ച് അതെ അതെ ലോക്കറിൽ കൊണ്ട് വെക്കാണ്. ഇതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈസ് വെരി ലെസ്. ആ നമ്മൾ വളരെ കുറച്ച് പൈസയിൽ നമുക്ക് ഏറ്റവും മാന്യമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു മാന്യത വേണമെന്നുള്ളതുകൊണ്ടുള്ള സ്വർണ്ണം ഉപയോഗിക്കണം. അല്ലെ സ്വർണ്ണത്തിന്റെ ആവശ്യമില്ലല്ലോ. അതെ അതെ നമ്മൾ ആഹാരം കഴിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്, ഡ്രസ്സ് ചെയ്യണത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണല്ലോ പൊതുവെ. ശരിയാണ്, true, അപ്പോൾ very true. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ആഭരണം ഇടുന്നത്, അതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പൈസ അവിടെ ബാങ്കിൽ കിടക്കുകയും ചെയ്യും, നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് അതുകൊണ്ട് ബാങ്കിലിടാം. വാട്ട് എവർ മണി യു ആർ ഹാവിംഗ് യു പുട്ട് ഇൻ ദ ബാങ്ക് ആൻഡ് ടേക്ക് ദ ഇൻട്രസ്റ്റ് ആൻഡ് ബൈ ദിസ് വൺ ആൻഡ് മണി വിൽ ബി ഡെപ്പോസിറ്റ് ദേർ സേഫ്ലി. മണി സേഫ് ആയിരിക്കും, നമുക്ക് അലങ്കാരത്തിനുള്ള അലങ്കാരം ആവുകയും ചെയ്യും അല്ലേ. വെരി ഗുഡ്. അപ്പോൾ എന്തായാലും ആ ഒരു കോൺസെപ്റ്റ് കേരളത്തിൽ ഒരുപാട് ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അത് തന്നെയാണ് പറക്കാട്ടിൻ്റെ വിജയവും. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇന്ന് നേരിട്ട് ഇവിടെ എത്തിയതിൽ. വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഈ സ്പെഷ്യൽ പെർഫോമൻസ് അങ്ങ് കോഴിക്കോട് നിന്ന് വരുന്നൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹത്തോടെ നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, മിസ്റ്റർ ദേവരാജ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് എന്താ സ്പെഷ്യലായിട്ട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യം മുതുകാട് സാറിൻ്റെ ശബ്ദം, ഗോപിനാഥ് മുതുകാടിൻ്റെ ഇവർ കുട്ടികളൊക്കെ ഉള്ളല്ലോ, അപ്പം പുള്ളി ഈ ഇൻ്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഒന്ന് ചെയ്യാം. മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു കാലത്ത് ഗോപി എന്ന് പറയുന്ന കൊച്ചുകുട്ടിയായിരുന്നു ഞാൻ. ഒരു മജീഷ്യനായി മാറിയതിന് പിന്നിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പ്രൊഫസർ വാഴക്കുന്ന മുതിട്ട മാജിക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ മാജിക്കുകൾ കണ്ടിട്ട് ഞാൻ അതിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അച്ഛനുമായിട്ട് പിണങ്ങിയിട്ടുണ്ട്. ഞാൻ ഡൽഹിയിൽ താമസിച്ചിട്ടുണ്ട് ഒരുപാട് കാലം. അതിനുശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതും മാജിക്കിനെ കൂടുതൽ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതും. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മനുഷ്യ മനസ്സിൻ്റെ നന്മയുടെ ഭാഗത്തൂടെ മാത്രം സഞ്ചരിക്കാൻ പഠിക്കുക. റൈറ്റ്, താങ്ക് യു, ദാറ്റ്സ് മാജിക്. ഓക്കെ. പിന്നെ നമ്മുടെ ഗോപകുമാർ സാർ, TN ഗോപകുമാർ സാർ, അദ്ദേഹം ഇപ്പം ജീവനോടെ ഇല്ലെങ്കിലും അദ്ദേഹത്തെ ഒരു നിമിഷം നമ്മൾ ഓർക്കുകയാണ്. എന്ന് നിന്റെ മൊയ്തീൻ, ഇതിലെ മൊയ്തീനായിട്ട് മൂപ്പര് ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആ ഡയലോഗുകൾ പറയും എന്നുള്ളതാണ്. ഈ പുഴയുടെ കര പിടിച്ച് നടന്നാലെത്തുന്നത് അറബിക്കടലിലേക്കാണ്. അതിനെ എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ തന്നെ എത്തിച്ചേരും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കണ്ണാടി ഗോപകുമാറിനുള്ളതാണ്. നന്ദി, നമസ്കാരം. അതെ. അപ്പോൾ പിന്നെ ചെയ്യാറെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദമാണ്. അത് എല്ലാവർക്കും തിരക്കാണ്, കാറുണ്ട്. അപ്പൊ കാറ് പോരാ, തീവണ്ടി വേണം എന്നൊരു തീരുമാനം. അപ്പൊ തീവണ്ടി ഒരു സാധാരണ സ്പീഡിൽ പോകുമ്പോൾ നമുക്കറിയാം തീവണ്ടീൻ്റെ ഒരു താളം എന്ന് പറയുന്നത് ഈ ഒരു താളത്തിലാണ് പോവുക. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഓരോ ട്രെയിൻ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് സ്റ്റാർട്ട് ചെയ്യുന്നതും അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. അപ്പോൾ അച്യുതാനന്ദ സാറിന് ആദ്യം നമ്മൾ ട്രെയിൻ കൊടുക്കുന്നു, മൂപ്പരത് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് ഓടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. അല്ലേ മെല്ലല്ലേ പോകുള്ളൂ. കഴിഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ, മുപ്പത്തെ തീവണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും. ഒരു ബേജാറും വെപ്രാളും ഒക്കെ ഉണ്ടാവും. അതായത് വളരെ സ്പീഡാണ്. നമ്മൾ വായിൽ കൈയിട്ടാലും കടിക്കാത്ത ഒരാൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് AK ആന്റണി സാർ. അപ്പം മൂപ്പരുടെ തീവണ്ടി വളരെ മൃഗീയമായി, ആർക്കും വലിയ ഉപദ്രവമില്ല, അത് പതുക്കെ അങ്ങനെ പോവുള്ളൂ. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമാണ് നമ്മൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി സാറിന്റെ തീവണ്ടി. അതിനൊരു തലശ്ശേരി കണ്ണൂർ ശൈലിയാണ്. അങ്ങനെ വരുമ്പോ എനക്ക് അങ്ങനെ ആവുമ്പോ ഇങ്ങനെ പോകുന്നൊരു ഐറ്റമുണ്ട്. ഈ നമുക്കിപ്പോൾ കാറുകളില്ലേ, എല്ലാ കാറിലും GPS ഉണ്ടല്ലോ. അപ്പോൾ ഈ GPS ഓണാക്കിയിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഓണാക്കി കഴിഞ്ഞാൽ ഒരു ഒരു പെണ്ണാണല്ലോ എപ്പോഴും നമുക്ക് വഴി പറഞ്ഞു തരിക. ടേൺ ലൈറ്റ്, ടേൺ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പം ഇത് ഓരോ ജില്ലക്കാർ പറഞ്ഞു. ഇപ്പോൾ മലപ്പുറം ജില്ലക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് പെണ്ണിൻ്റെ ശബ്ദം വേണ്ട, ഓ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് GPS-ൽ. അപ്പോൾ പുള്ളിയുടെ ശബ്ദം സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു, അശ്വതി പോവുകയാണ്. ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. ശരി, അപ്പോൾ ഞാനാണ് GPS കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശബ്ദത്തിൽ വരാൻ പോകണം. ഓക്കെ ഞാൻ പോവാണേ. ഓക്കെ ഓക്കെ നിക്കട്ടെ വഴി തെറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് മെല്ലെ നമ്മുടെ കൂട്ടിലങ്ങാടി ലീഗ് ഓഫീസിൻ്റെ അടുത്തുനിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ തങ്ങളുടെ ആ വീടിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട് തിരിയുക. എന്നിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയി അവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലായോ? ഈ GPS തന്നെ നമുക്ക് കണ്ണൂർ കൊണ്ടുപോവാം. പിണറായിയുടെ ശബ്ദത്തിൽ ഓക്കെ ഓക്കെ പോവാണ്. സ്റ്റാർട്ട് ചെയ്തോ. സ്റ്റാർട്ട് ചെയ്തു. ഇടത്തോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വീണ്ടും ഇടത്തോട്ട് നായനാർ സ്മാരക മന്ദിരത്തിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ട്. ഈ വണ്ടി വലത്തോട്ട് പോവില്ല. പിന്നെ സ്റ്റാർസ് ചെയ്യാം. സ്റ്റാർസ് ഓക്കെ. സ്റ്റാർസ് അതിൽ ഒന്ന് നമ്മുടെ കോഴിക്കോട്ടുകാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയാണ് കലിംഗ ശശിയേട്ടൻ. ശശിയേട്ടൻ്റെ പ്രാഞ്ചിയേട്ടൻ്റെ ഡയലോഗ് ചെയ്യാം. നേരം വെളുത്തപ്പം മുതൽ ഓരോരുത്തരും വിളിച്ച് ചോദിക്കാൻ തുടങ്ങിയ പത്മശ്രീ ഫാൻസി സാറുണ്ടോ, പത്മശ്രീ ഫാൻസി സാറ് പുറത്തു പോയോ, അവിടെ വന്നു കഴിഞ്ഞാൽ പത്മശ്രീ ഇങ്ങോട്ട് കാട്ടിത്തരോ, ഇങ്ങോട്ട് വരട്ടെ കാട്ടി കൊടുക്കണ്ടേ പത്മശ്രീ. അല്ല ഉച്ചയ്ക്ക് ചോറിന് എത്ര ആളുണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാൽ പോരുന്നാലും. താങ്ക് യു. എല്ലാ വേദികളിലും ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാളുടെ ശബ്ദമാണ് ലാൽ സാറിന്റെ ശബ്ദം. മോഹൻലാൽ അല്ലേ? താടി വെച്ചതാ. അതെ, അത് കന്മതം. ഓക്കെ ശരിയാ, നീ പറഞ്ഞോളൂ. ശരിയാ, എനിക്ക് 2 മാസം പ്രായമുള്ളപ്പോ എന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ ഉറക്കി കിടത്തി സ്വന്തം കാര്യം നോക്കിയപ്പോൾ ഏതോ ഒരു സ്ത്രീയാ എൻ്റെ അമ്മ. അങ്ങനെയുള്ള എനിക്ക് നിന്റെ അമ്മ ചത്തുതേട്ടാ ചിരിയാ വരിക. ബോംബെയിൽ ഒരു തെരുവിൽ ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് വളർന്നവരാ നമ്മൾ. എന്നിട്ട് ഈ കേരളത്തിൽ വന്നിട്ട് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ നീ പഴുതൊക്കെ മറന്നു. ഇനി ഞാനായിട്ടൊരു കുഴപ്പമുണ്ടാക്കില്ല. അറേ സാല് ഹറാമി. അടിപൊളി, സൂപ്പർ. ഓ ധാരാളം. ഇതെല്ലാം ഇന്ന് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ദിവസം വരുമ്പോ പിന്നെ നമ്മൾ എന്ത് ചോദിക്കും? അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഹാപ്പി, നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ വേഗം പോയിട്ട് പിന്നെ ഒരു ദിവസം ഇങ്ങോട്ട് വന്നാളി. അടുത്തതായിട്ട് നമ്മളൊരു സ്പെഷ്യൽ പെർഫോമൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സാർ ഒരു മിനിറ്റ് വന്നോളൂ. ഇങ്ങോട്ട് വന്നോ. ലൈറ്റ് ഒന്നും സാരല്ല, കുഴപ്പമില്ല. ടേക്ക് അല്ല, താൻ വന്നോ. അയ്യേ, ഇതെന്താടോ കാര്യം? എന്താ? എന്റെ ഡ്രൈവറാണ് സുനിൽ. കണ്ടിട്ടില്ല? സുനിൽ അല്ലേ? എന്താ പ്രശ്നം? എന്താ തേങ്ങ വീഴുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തേങ്ങ വീണോണ്ട് എന്താ പ്രശ്നം? തെങ്ങ് കയറ്റക്കാർക്ക് എന്താ ചാർജ് എന്നറിയോ? എങ്ങനെയെങ്കിലും തേങ്ങ ഒന്ന് തന്നെത്താൻ വീണ് കിട്ടാൻ നമ്മൾ നോക്കിയിരിക്കാം. തേങ്ങ വീണ എന്താ കുഴപ്പം? അപ്പൊ ഹാപ്പിയാണോ? തേങ്ങ താഴെ വിടാം, നമ്മൾ ഹാപ്പി അല്ലേ? എന്താ കുഴപ്പം? തെങ്ങ് അതിന്റെ ഇഷ്ടത്തിന് തേങ്ങ ഇടണോ, നമുക്കെന്താ? ഹാപ്പി ആണോ എന്ന് അറിഞ്ഞാൽ മതി. കുഴപ്പമില്ല. എന്താ? കാറിന്റെ മേലോട്ടാ വീണേ, ഫ്രണ്ട് ഗ്ലാസ് പോയി. എന്റെ പുതിയ വണ്ടിയാ, രജിസ്റ്റേർഡ് നമ്പർ പ്ലേറ്റ് പോലും വെച്ചിട്ട്. താൻ എന്ത് പണിയാ കാണിക്കുന്നത്? തന്നോടല്ല ഞാൻ പറഞ്ഞ ഫ്രണ്ടിൽ കൊണ്ടുപോയി വണ്ടി ഇടാൻ. ആ ഫ്രണ്ടിൽ തന്നെ കൊണ്ടിട്ടത്, അതല്ലേ ഫ്രണ്ട് ഗ്ലാസ്സിൽ തന്നെ തേങ്ങ വന്ന് വീണത്. എന്റെ വണ്ടി. എന്നിട്ട് ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നേ? ഉല്ലാസ്, അതെ മാഡം പറയാറില്ല. ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെയൊക്കെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് വണ്ടിയിലിരിക്കുമ്പോഴേ. വിടുവായൻ ഉല്ലാസ്, വിടുവായൻ ഉല്ലാസ് മാഡം പറയാറില്ല ആളല്ലേ? എടോ, അത് ഉല്ലാസ് പന്തളം ആണ്. പക്ഷെ നമ്മള് കാറിലിരുന്ന് സംസാരിക്കുമ്പോ അങ്ങനല്ല, വിടുവായൻ ഉല്ലാസത്തല്ലേ മാഡം എപ്പോഴും പറയുന്നത്. ഉല്ലാസിനെ ഞാൻ അങ്ങനെ പറയുന്നു. തോന്നുന്നുണ്ടോ? ഇവിടെ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിങ്ങളിവിടെ കയറി വന്നിട്ട് വെറുതെ ചളക്കാ വിളിക്കാൻ സംസാരം കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? മോശമായി പോട്ടോ. ഞാൻ അങ്ങനെ പറയൂല്ല ചേട്ടാ, ഞാൻ അങ്ങനെ പറയൂന്നില്ല. ഇപ്പോഴല്ലേ മനസ്സിലായത്? 4-5 മണിക്കൂർ മാഡത്തിന്റെ കൂടെ യാത്ര ചെയ്യണതാ ഈ പരിപാടിയും കഴിഞ്ഞിട്ട്. എന്തൊക്കെയാ കേൾക്കണേന്ന് അറിയാവോ? ഞാൻ തന്റെ തലയിലാണോ തേങ്ങ വീണത്? വിടുവായൂരുല്ലാസ് എന്ന് മാഡം പറഞ്ഞല്ലോ. അല്ല അശ്വതി, അപ്പൊ ഉല്ലാസിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞെങ്കിൽ അത് ഓക്കെയാണ്.
കുറച്ചങ്ങനൊക്കെ ഉണ്ട് കൊണ്ടുപോയക്കടി. പക്ഷെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല നെൽസൺ ചേട്ടാ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. നെൽസൺ ആ നെൽസൺ ആ, അതെ. മാഡം പറയാറുള്ള ആ, ഞാൻ പറയാറുള്ള ആളല്ല, ഞാൻ പറയാറില്ല. ഞാൻ നെൽസൺ ചേട്ടനെ കുറിച്ച് ഒന്നും എന്താ പറയാറില്ല. പറഞ്ഞ എന്നെ പറ്റി? തോൽവി നെൽസൺ. അല്ല ഞാൻ അശ്വതി, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്താ ഇവിടെ തോൽവിത്തരം കാണിക്കുന്നത്? എന്താണ് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ മാഡം എന്തായാലും നല്ല കോമഡി പറയുമ്പം നെൽസൺ അത് ശരിയാണ്, അത് ഒറ്റ ശരിയാണ്. നിപ്പാനാ പറയും. ഓ, എന്റെ നെൽസൺ ചേട്ടാ, നമ്മൾ ഒരു ദിവസം എന്തോ ഒരു തമാശ പറയണം. അപ്പൊ നമുക്ക് അറിഞ്ഞു. നമ്മളിങ്ങനെ കുഴപ്പമില്ല, തോൽവിയാണ്, ഒരുപോലെ തോൽവി ഫ്ലോറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരല്ലേ. നമ്മളെ പറ്റി അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ വേറൊരു സ്വഭാവമാണ്. അങ്ങനെയാണോ ഞാൻ കാണിക്കുന്നത്? പറഞ്ഞപ്പോ ഇയാൾ അന്നേരം മുമ്പേ സപ്പോർട്ട് അല്ല ഞാൻ വിചാരിച്ചു നിന്നെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ഞാൻ ചേട്ടൻ, നിങ്ങൾ വിശ്വസിക്കും ഞാൻ അങ്ങനെ പറയുന്നു. നിങ്ങളുടെ പേര് പോലും പറയും നെൽസൺ എന്നോ, നെൽസൺ എന്നോ, നമുക്കൊരു കാര്യം, ഞാൻ താനെ വണ്ടി എടുത്തിട്ടുണ്ടല്ലോ. നെൽസൺ എന്നോ ഉല്ലാസ് എന്നോ വണ്ടി പറയാറില്ല. എടുത്ത് നമുക്ക് തെങ്ങി വിടുവായനും തോൽവി. അങ്ങനെയാണ്. എനിക്കത് മനസ്സിലായി. എടോ, വണ്ടി ആ തെങ്ങിന്റെ ചോട്ടിന്ന് എടുത്ത് മാറ്റിയിട്. മാറ്റിയിട്ടോ? മാറ്റി വേറൊരു തെങ്ങിന്റെ ചോട്ടി. പിന്നെ തെങ്ങ് താമല മാവിന്റെ ചോട്ടി കൊണ്ടിട. ഇല്ല, ഇത് മണ്ടയില്ലാത്ത തേങ്ങ, കുഴപ്പമില്ല. ഏതെങ്കിലും അമ്പലത്തിൽ പോണം കേട്ടോ. എന്താ അമ്പലത്തിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി തെങ്ങിന്റെ ചോട്ടിന്ന് മാറ്റിയിട്ട് വേറെ എവിടെ ഇട്ടത് വണ്ടി? അല്ലല്ല, അയാൾ സംസാരിക്കട്ടെ. അയാൾ ഇപ്പൊ പൊക്കോളൂ, ഇപ്പൊ വെളിയിലുണ്ടല്ലോ. വിഷയം മാറ്റാതെ ഒരു സെക്കൻഡ്, വെളിയിൽ ചായയും പരിപ്പോടെയും കൊടുക്കുന്നുണ്ട്. ആണോ? ആ, പൊയ്ക്കോ എന്നാ. അതെ, ഏതൊരു അമ്പലത്തിൽ പോയി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും. എന്താ കാര്യം എന്താണ്? ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് മാഡം ഒരു അമ്പലത്തിൽ നിർത്തി. പെട്ടെന്ന് നിർത്താൻ പറഞ്ഞു. ഞങ്ങളുടെ വീടിനടുത്താ കൊല്ലത്ത്. നിർത്തിയിട്ട് പ്രാർത്ഥിച്ചു, ഉല്ലാസിന്റെ തല പൊട്ടി തെറിച്ച് പോണേ നേർച്ച നേർന്നിട്ടാ പറഞ്ഞു. അതുകൊണ്ട് സൂക്ഷിച്ചു. ഉഗ്രശാപം. ഉല്ലാസേട്ടാ, സത്യമായിട്ടും എന്തേലും തമാശക്ക് എന്തേലും കളിയാക്കി പറയുന്നു. പക്ഷെ അതുപോലെയാണ് തല പൊട്ടിത്തെറിച്ചു. എന്റെ തല ഈ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അല്ലല്ല ഉല്ലാസേട്ടാ, നിങ്ങൾക്ക് ആലോചിച്ചൂടെ ഏതെങ്കിലും അമ്പലത്തിൽ നേർച്ച എന്ന് പറഞ്ഞ തല പൊട്ടിത്തെറിക്കുവോ? അല്ല, എന്നാലും അത് പറയുന്നല്ലോ, പ്രാർത്ഥിക്കാം. അല്ലേ, പൊട്ടിത്തെറിക്കത്തില്ലെന്നേ ഉള്ളൂ അല്ലേ? മസ്തിഷ്കത്തില് എന്തൊരു പറ്റും. ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഇയാൾക്ക് പ്രാന്താ. അല്ലെങ്കിൽ പിന്നെ അയാൾ അങ്ങനെ പറയത്തില്ലല്ലോ ഇങ്ങനെ. എടോ, ഒന്നും അല്ല, എന്തൊക്കെയാ പറയണെന്നറിയാം. ഇന്നത്തോടെ പണി നിർത്തിക്കോ. അല്ല, ഒരു പാട്ട് പാടിക്കും. എന്താണ് നെൽസൺ ചേട്ടാ, ഒരു പാട്ട് പാടിക്കും. ഒരു പാട്ട് ആ പുള്ളി നല്ലോണം പാടുപാടും. താൻ പാടിയ പറഞ്ഞ ഉടനെ അയാൾ പാടാണ്ടിരിക്കണോ? ആണോ? പാടും. ഒരു അപേക്ഷയാണ്. അല്ല, ഇയാള് എന്തായാലും നമ്മളെ ഒരാളുടെ മനസ്സിലിരിപ്പ് നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നെ. അപ്പൊ ആ ഒരു നന്ദി കൊണ്ട് ഞാൻ പാട്ട് പാടുന്നത്. ചന്ദനവളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പകപ്പൂക്കളമെഴുതുമ്പോ, ചന്ദനവളയിട്ട കൈകൊണ്ടു നീ മണി ചെമ്പകപ്പൂക്കളമെഴുതുമ്പോ, പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷി എഴുതാത്ത നിൻമിഴികൾ പൊത്തി. പിറകിലൂടന്നു ഞാൻ മിണ്ടാതെ വന്നെത്തി മഷി എഴുതാത്ത നിൻമിഴികൾ പൊത്തി. മഷി എഴുതാത്ത നിൻമിഴികൾ പൊത്തി. നന്നായി, അടിപൊളി, നന്നായിട്ട് പാടി അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഭംഗിയായിട്ട് പാടുന്ന ഈ നെൽസനെ കുറിച്ചാണോ? അവൻ്റെ പാട്ട് ഇഷ്ടമല്ല. അവൻ ഇൻട്രോയ്ക്ക് വന്ന് കയറി കഴിഞ്ഞാൽ അവൻ എപ്പോഴും രഹസ്യമായിട്ട് പറയും, ഒരു പാട്ട് പാടി. അവൻ പാടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി എന്ന് പറയും. നിങ്ങൾ എന്ത് മനോഹരമായി പാടുന്നു, നമിച്ചിരിക്കുന്നു കേട്ടോ. എടോ, തലയിൽ തേങ്ങ വീണവനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ ദൈവം, തല പൊട്ടിപ്പോവും, നാക്ക് പുഴുത്തു പോവും, കണ്ണ് പൊട്ടി ഉറപ്പായിട്ട് പോവും. കള്ളം പറഞ്ഞോ? ഇതുപോലെ അപ്പൊ എപ്പോഴും കൂടെ നടക്കുന്നവനെ ഇങ്ങനെ പറയുന്നു. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം പറയും. അവൻ ഞാൻ- ജീവൻ രക്ഷിച്ചു നടക്കുന്നവനാണ്. അവനെയാണ് പറയുന്നത് അവന്റെ കണ്ണ് പൊട്ടി പോകും, തല പൊഴിച്ചു പുഴുത്ത് ചാവുമെന്ന്. അതെ, എന്നാലും അശ്വതി ഇങ്ങനെ പറഞ്ഞത് മോശമായി. ഒട്ടും ശരിയായില്ല, ഒട്ടും ശരിയായില്ല. ഇങ്ങനെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു ഇപ്പോഴാണ് അശ്വതിയുടെ മനസ്സിലിരിപ്പ് ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മളെ കാണുമ്പോൾ തിരിച്ചു കാണിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനസ്സിലിപ്പാണെങ്കിൽ അശ്വതി ഈ പരിപാടിക്ക് വേണ്ട എന്ന് നീ വിചാരിക്കണ്ട. എന്ന് ഞങ്ങൾ പറയുന്നത് നീ വിചാരിക്കണം. കേട്ടോ. അതാണ് സ്നേഹം. വായി തോന്നുന്നില്ല വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സംശയിക്കുന്ന കേട്ടോ, ഞങ്ങൾ എത്ര വർഷത്തെ പരിചയമാണെന്നറിയോ? അറിയാവുന്നവരാണ്. നീ അതിനൊക്കെ കുത്തിച്ചിരിപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവനെ ഇപ്പോഴേ പറഞ്ഞു വിട്ടാ പറഞ്ഞു വിട്ടു. താക്കോലാടോ, അവന്റെ ജോലി പറഞ്ഞു വിട്ടു. താക്കോലുതാ. ഞാൻ എടുത്തിട്ടോളാം വണ്ടി. വേണ്ട, ഞാൻ എനിക്ക് എടുത്തിടാൻ അറിയാലോ. ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് താടോ എന്റെ വണ്ടി. ആ, പോ ചെല്ല്. എന്നാ എനിക്ക് ഇയാടെ വണ്ടി വേണ്ട. അല്ലേ തരുന്നില്ല. ഇയാടെ വണ്ടി വേണ്ട. എനിക്ക് തന്നെ ഓടിച്ചു പോകാനറിയാം കേട്ടോ. പറഞ്ഞു വിട്ടാരെ. ഞാൻ പോയി. എനിക്ക് ഇയാടെ വണ്ടി എനിക്ക് ഓടിക്കണം. ഇങ്ങോട്ട് കയറി വരുന്നത്. ഇനി മുതൽ ഞാൻ ഉല്ലാസിയേട്ടന്റെ വണ്ടി ഓടിച്ചാലോ?
എന്നിട്ട് വേണം എന്നെ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാക്കാൻ. അതിലെ അതിലെ അതില് ഓ എല്ലാം പൊളിഞ്ഞു. ഞാൻ ഇനി എന്തോ ചെയ്യും? കോമഡി മസാലയുടെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു പുതിയ എപ്പിസോഡിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം us.